നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ മനോഹരമായൊരു ജില്ലയാണ് പാലക്കാട് ജില്ല. ആ ജില്ലയിലെ മനുഷ്യരും നല്ലവരാണ്. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവർക്ക് ചില തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. പാലക്കാടിന് എന്തെങ്കിലും ശാപം വീണോ എന്നും അറിയത്തില്ല. അത് പാലക്കാടിലെ ജനങ്ങളാണ് തീരുമാനിക്കാനുള്ളത്. നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കോൺഗ്രസ് നേതാവ് മത്സരിച്ചു. വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി പാലക്കാട്ടുകാർ തിരഞ്ഞെടുത്തു. പക്ഷേ അവൻ 1-ാം നമ്പർ കാമഭ്രാന്തനായിരുന്നു എന്നും അവൻ 1-ാം നമ്പർ ഞരമ്പനായിരുന്നു എന്നും സെക്സ്വൽ പെർവേർട്ടർ ആയിരുന്നു എന്നും നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അവരെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തി ഇങ്ങനെ ആറാടി നടന്ന ഒരു പെണ്ണുപിടിയനായിരുന്നു എന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. അത് കഴിഞ്ഞ് 2026 16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ MLA സ്ഥാനാർത്ഥിയായിട്ട് കൊമേഡിയനായ രമേശ് പിഷാരടിയെ നിർത്തി. ഇപ്പൊ രമേശ് പിഷാരടി ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ പറഞ്ഞിരുന്നു, എന്താണ്, മുൻ MLA തുടങ്ങി വെച്ചതൊക്കെ ഞാൻ പിന്തുടരുമെന്നു. അപ്പോഴേ പാലക്കാട്ടുകാർ ചിന്തിക്കണമായിരുന്നു, ഇവൻ പ്രിൻസിപ്പാളിന്റെയും ഹെഡ്മാസ്റ്ററുടെയും ശിഷ്യനാണ്. മുൻ MLA തുടങ്ങി വെച്ചതൊക്കെ ഞാൻ തുടർന്നുകൊണ്ട് പോകുമെന്ന് പറയുമെങ്കിൽ ഇവൻ ആള് ഒരു കാമഭ്രാന്തനാണ്. അപ്പൊ ഇവനെ സൂക്ഷിക്കണമെന്ന് പാലക്കാട്ടിലെ ജനങ്ങൾ, നല്ലവരായ ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ചിന്തിച്ചില്ല, നിങ്ങൾ വോട്ട് ചെയ്തു, വിജയിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശിഷ്യനാണെന്നും ഇതാ രമേശ് പിഷാരടി തെളിയിച്ചിരിക്കുന്നു. നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. മനുഷ്യരാണ്. ചില വികൃതികളും ചില കുസൃതികളും ഒക്കെ നമുക്കുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ അതുപോലെയല്ല ഒരു ജനപ്രതിനിധി. ശ്വേതാ മേനോനും രമേശ് പിഷാരടിയുമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മൾ നമ്മുടെ സ്ത്രീ സുഹൃത്തിനോട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു സാധാരണ സുഹൃത്തിനോട് പറയുന്നത് പോലെ ശ്വേതാ മേനോൻ പറഞ്ഞു, ഞാനിവിടെ ക്രൗൺ പ്ലാസയിൽ. എന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ ഞാനിവിടെ ക്രൗൺ പ്ലാസയിലാണ്, വൈകിട്ട് ഹസ്ബൻഡ് വരും. അതൊരു സ്വാഭാവിക സംഭാഷണമാണ്. പക്ഷെ വേട്ടാവളിയനായ, ഞരമ്പനായ, പെണ്ണുപിടിയനായ, സെക്സ്വൽ പെർവർട്ടറായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശിഷ്യനും പിൻഗാമിയുമായ രമേശ് പിഷാരടിയുടെ ഉള്ളിൽ കിടന്ന ആ ഞരമ്പൻ പുറത്തു ചാടി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തായാലും അതൊന്ന് കേട്ടിട്ട് ബാക്കി നമുക്ക് പറയാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയിൽ. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി കിട്ടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യ. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ, ശരി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അവരുടെയൊക്കെ ശിഷ്യന്മാരായ രമേശ് പിഷാരടി ആയാലും എല്ലാവരും വേട്ടാവളിയന്മാരാണ്, കാമഭ്രാന്തന്മാരാണ്, പെണ്ണുപിടിയന്മാരാണ്, ഞരമ്പന്മാരാണ്, സ്ത്രീയെ വെറും ഭോഗവസ്തുവായിട്ട് മാത്രം കാണുന്നവന്മാരാണെന്ന്. എന്താ ഇവരിങ്ങനെ എന്ന് ചോദിച്ചാൽ പാലക്കാട്ടുകാരെ, നിങ്ങളെയാണ് അതിന് പറയേണ്ടത്. നിങ്ങളാണ് ഇതിനൊക്കെ ഇവരെ പോലുള്ളവന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഒരു സ്ത്രീ സുഹൃത്ത്, അവൻ ഒന്നും ഇല്ലാതെ അവരുടെ മാന്യമായ രീതിയിൽ അവർ ആ മറുപടി പറയുമ്പോൾ ആ മറുപടിയെ അതിലൊരു ചൂണ്ടയിടയാണ്. അവൻ വിചാരിച്ചത് ഇങ്ങനെ ചൂണ്ടയിടുമ്പോൾ അവൾ അതിൽ കയറി കൊളുത്തും. പിന്നെ അതുമായിട്ടുള്ള സംസാരം അതിങ്ങനെ നീണ്ടു പോയി അത് മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കാമെന്നാണ് രമേശ് പിഷാരടി എന്ന സ്ത്രീലമ്പടനായ ഞരമ്പനായ വേട്ടാവളിയൻ തീരുമാനിച്ചത്. പക്ഷെ ശ്വേതാ മേനോൻ, അവര് സിനിമാ നടിയാണ്, അവര് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അവർ ആ സംസാരത്തിൽ രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയോടാണ് അവർ സംസാരിച്ചത്. സംസാരിക്കുമ്പോൾ അവരവരുടെ മര്യാദയുടെ രീതിയിൽ സംസാരിച്ചു.
പക്ഷെ അവൻ അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരെയൊക്കെ ഈ കോൺഗ്രസിന് എവിടുന്ന് കിട്ടുന്നു എന്നാണ് ഞാൻ പലവട്ടവും ചിന്തിച്ചതും ആലോചിച്ചതും. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു.